കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം MLA അതിശക്തനാവുകയാണ്. ജനങ്ങൾ അംഗീകരിക്കുന്ന താരപരിവേഷം ലഭിച്ചതോടെ മാങ്കൂട്ടം MLAയെ കേൾക്കാനും അഭിപ്രായങ്ങൾ അറിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നണിയും തയ്യാറാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വം പാർട്ടിക്കും മുന്നണിക്കും അനിവാര്യമാണെന്നിരിക്കെ വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ LDFന്റെ കയ്യിലുള്ള ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ മാങ്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്ന യുവ സ്ഥാനാർത്ഥികൾ എത്തുകയാണ് കേരളത്തിന്റെ പല മണ്ഡലങ്ങളിലും. എല്ലാവരും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ്. പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് ഒരു സിറ്റിംഗ് സീറ്റും യൂത്ത് കോൺഗ്രസ് ചോദിച്ചു വാങ്ങുന്നില്ല. പകരം LDFന്റെ കയ്യിലുള്ള സീറ്റുകൾ കിടിലൻ സ്ഥാനാർത്ഥികളെ ഇറക്കി തിരിച്ചു പിടിക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ഒരുങ്ങുന്നത്. പറഞ്ഞു വരുമ്പോൾ ആദ്യം വടക്കുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കാസർഗോട്ട് യൂത്ത് കോൺഗ്രസിന് അവതരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥാനാർത്ഥികൾ ആരുമില്ലെങ്കിലും കണ്ണൂരിൽ കിടിലൻ നേതാക്കളുണ്ട് യൂത്ത് കോൺഗ്രസിന്. അതിൽ പ്രധാനപ്പെട്ടത് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദാണ്. അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. 2021 KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ അതിശക്തമായ മത്സരം കാഴ്ചവെച്ചതാണ് അബ്ദുൾ റഷീദ്. ഇത്തവണയും തളിപ്പറമ്പിൽ അദ്ദേഹത്തിന് ഉറപ്പാണെങ്കിലും ചില മാറ്റങ്ങൾ സാധ്യത കാണുന്നുണ്ട്. ലീഗിന്റെ കയ്യിലുണ്ടായിരുന്ന അഴീക്കോട് മണ്ഡലം കോൺഗ്രസിന് നൽകി. അവിടെ അബ്ദുൾ റഷീദ് മത്സരിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് വിലയിരുത്തുന്നത്. കണ്ണൂർ നഗരത്തിൽ പെടുന്ന ചില പ്രദേശങ്ങൾ അഴീക്കോട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് കോൺഗ്രസിന്റെ വലിയ കോട്ടയാണ് എന്നുള്ളതും ഇതിനൊരു കാരണമാണ്. കിടിലൻ പ്രാസംഗികനും സുധാകരന്റെ ശിഷ്യനുമായ റഷീദ് അഴീക്കോട്ടാണ് യോഗ്യൻ. അതുപോലെ മറ്റൊരാൾ മുൻ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിയാണ്. ഷാഫി പറമ്പലിന്റെ വിശ്വസ്തനായ റിജിൽ മാക്കുറ്റി രാഹുലിന്റെ പട്ടികയിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കണ്ണൂർ മണ്ഡലത്തിലോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലോ ആണ് റിജിൽ മാക്കുറ്റി മത്സരിക്കാൻ സാധ്യത. കണ്ണൂർ ഇത്തവണ UDF പിടിച്ചെടുക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. മറ്റൊരു നേതാവ് ഫർസീൻ മജീദാണ്. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ ആകേണ്ട ഫർസീൻ മജീദ് സംഘടനാ തെരഞ്ഞെടുപ്പിലാണ് വൈസ് പ്രസിഡന്റായി മാറിയത്. നമുക്കറിയാം, മുഖ്യമന്ത്രിക്ക് വിമാനത്തിനുള്ളിൽ കരിങ്കൊടി കാണിച്ച ഫർസീൻ മജീദ് വലിയ പേരെടുത്തിരുന്നു. അദ്ദേഹം മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ഇപ്പോൾ സാധ്യത ഏറിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം നിർദ്ദേശിക്കാൻ സാധ്യതയുള്ളതും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലിസ്റ്റിലുള്ള മറ്റൊരു നേതാവ് കോഴിക്കോട്ട് നിന്നാണ്. KM അഭിജിത്ത്. KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായ അഭിജിത്ത് ചെറിയ പ്രായത്തിൽ തന്നെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചതാണ്, തോറ്റുപോയി. ഇത്തവണ അതേ മണ്ഡലത്തിൽ മത്സരിച്ച് ആ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് സാധ്യത. ഒരു പക്ഷേ പേരാമ്പ്രയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ഇനി റിയാസ് മുക്കൗളിയുടെ പേരും സജീവമായി തന്നെയുണ്ട്. അദ്ദേഹത്തെയും രാഹുൽ മാങ്കൂട്ടം പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആ നേതാവിനെ കഴിഞ്ഞ വർഷം പട്ടാമ്പിയിൽ പരീക്ഷിച്ചതാണ്. ഇത്തവണ പട്ടാമ്പിയിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിൽ പരീക്ഷിക്കാനും മാങ്കൂട്ടത്തിൽ താല്പര്യപ്പെടുന്നു. അതുപോലെ തൃശൂർ ജില്ലയിൽ നിന്ന് 2 പെൺപുലികളെയാണ് രാഹുൽ മാങ്കൂട്ടം പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയ ജോസഫിനെ കുന്നംകുളത്തും, അതുപോലെ ഇരിഞ്ഞാലക്കുട കോൺഗ്രസിന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടു നൽകുകയാണെങ്കിൽ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യനെയുമാണ് ഇത്തവണ പരീക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നത്. രണ്ടുപേരും തീപ്പൊരികളാണ്. വാക്കുകൾ കൊണ്ട് ഏത് എതിരാളിയെയും കീഴടക്കാനുള്ള കഴിവാണ് സോയ ജോസഫിൻ്റെത്. കുന്നംകുളക്കാരിയുമാണ്. അതുപോലെ ആനും വിദ്യാർത്ഥികളുടെ ഒരു ആവേശമായി മാറിയ വിദ്യാർത്ഥി നേതാവ് തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം ഏറ്റവും ആദ്യത്തെ പരിഗണന നൽകുന്ന സ്ഥാനാർത്ഥി തന്റെ വൈസ് പ്രസിഡന്റ് അഭിൻ വർക്കിയാണ്. എറണാകുളം ജില്ലക്കാരനാണെങ്കിലും പത്തനംതിട്ടയിലും സമീപത്തുമുള്ള സീറ്റുകളാണ് അഭിൻ വർക്കിക്ക് ലഭിക്കാൻ സാധ്യതയേറെയുള്ളത്. ചെങ്ങന്നൂർ, ആറന്മുള, റാന്നി തുടങ്ങിയ സീറ്റുകളെല്ലാം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ എവിടെ മത്സരിച്ചാലും അഭിൻ വർക്കി വിജയിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടന്റെ പേര് ആറന്മുളയിൽ പറഞ്ഞു കേൾക്കുന്നു. അതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പട്ടികയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പേരാണ്. തീപ്പൊരി നേതാവാണ് പ്രാദേശികമായി ആ ജില്ലയ്ക്കകത്ത് വിജയ് ഇന്ദുചൂടൻ. മറ്റൊരു സ്ഥാനാർത്ഥി കായംകുളത്ത് അരിത ബാബുവാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായ അരിത 2021 മത്സരിച്ചിരുന്നു. പ്രതിഭയോട് തോറ്റു. എന്നാൽ ഇപ്പോൾ കായംകുളത്തെ CPM വലിയ പൊട്ടിത്തെറിയിൽ നിൽക്കുകയാണ്. അങ്ങനെ 10 കിടിലൻ സ്ഥാനാർത്ഥികളെയാണ് ആദ്യ പട്ടികയിൽ രാഹുൽ മാങ്കൂട്ടം കണ്ടിരിക്കുന്നത് എന്നാണ് വിവരം. ഇവരെല്ലാം ഇറങ്ങുന്നത് LDFന്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിക്കാനും നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൂട്ടാകാനും
എന്ന ഉറപ്പിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്.